ഓക്കെ, സോ ഓണം സെലിബ്രേഷനും ഗെറ്റ് ടുഗെദറും ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ സാംസങ് ഗാലക്സി S25 FE ആണ് എന്നെ കാത്തിരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അതായത് എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അതായത് S24 FE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, ഡോക്യുമെന്റ്സ് ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. സാംസങ്ങിന്റെ ആ ഒരു ക്ലാസിക് ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. അതായത് ബാക്കിലുള്ള ഈ ക്യാമറ മോഡ്യൂൾ ആണെങ്കിലും ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് മെറ്റൽ സാൻഡ്വിച്ച് ബിൽഡ് ആണെങ്കിലും, അതായത് ഇതിലുള്ള ഫ്രെയിം മെറ്റലിൻ്റെതാണ്. ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസിന്റെ ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. S24 FE ഉണ്ടായിരുന്ന പോലെ ഇവിടെയും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചുറ്റുമുള്ള ഫ്രെയിം ഞാൻ പറഞ്ഞ പോലെ ആർമർ അലൂമിനിയം ഫ്രെയിം ആണ്. അതായത് ഈ വർഷം വന്നിരിക്കുന്ന S25 S25 പ്ലസ് ഉണ്ടല്ലോ, അതിലുള്ള എക്സാക്ട്ലി സെയിം ഫ്രെയിം ആണ് ഇവിടെയും തന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ വന്നിരിക്കുന്ന ഈ ഒരു FE ഫോൺ കുറച്ചും കൂടി സ്ലിമ്മർ ആണ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് തിക്നെസ് 8 mm 7.4 mm ആക്കിയിട്ടുണ്ട് ആൻഡ് വെയിറ്റ് 190 ഗ്രാം ആക്കിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ആ ഒരു വ്യത്യാസം, ആ ഒരു സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോം ഫാക്ടർ ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നോർമലി സാംസങ്ങിന്റെ ഫോൺസിൽ വരാറുള്ളത് പോലെ ഈ ഒരു ഫോണും IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. നേവി, വൈറ്റ് ആൻഡ് ജെറ്റ് ബ്ലാക്ക് ആണ് ഈ ഫോണിന്റെ 3 കളർ ഓപ്ഷൻസ്. കഴിഞ്ഞ വർഷം വന്ന S24 FE ഉണ്ടായിരുന്ന സെയിം 6.7 ഇഞ്ച് സൈസ് ഉള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ്. എന്നാൽ ഒരു സാംസങ്ങിന്റെ S സീരീസ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഡിസ്പ്ലേ പെർഫോമൻസ് ഉണ്ടല്ലോ, അതായത് നല്ല വൈബ്രന്റ് ഡിസ്പ്ലേ ആണ്, പഞ്ചി കളേഴ്സ് ഒക്കെ ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 1900 നിറ്റ്സിന്റേതാണ് പീക്ക് ബ്രൈറ്റ്നസ്, HDR പ്ലേ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സിലും അതിനുവേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത്തവണ ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, ബെസൽസിന്റെ സൈസ് ഏകദേശം 26% കുറച്ചിട്ടുണ്ട് എന്നാണ് സാംസങ് പറഞ്ഞിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് നല്ല സ്ലിം ബെസൽസ് ആണ്. ബോട്ടം ബെസലും സ്ലിം ആണ്, പക്ഷെ ബാക്കി ബെസലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊടിക്ക് തിക്നെസ് കൂടുതലാണ്, അത്രേ ഉള്ളൂ. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്, ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ഹാപ്റ്റിക്, നല്ല ഹാപ്റ്റിക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ടൈപ്പ് ചെയ്യുമ്പോൾ. ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. നല്ല ഓഡിയോ ഔട്ട്പുട്ട് ആണ് തരുന്നത്, അതായത് നല്ല ലൗഡ് ആൻഡ് ക്രിസ്പ് സൗണ്ട് ആണ് ഇതിന്റെ സ്പീക്കേഴ്സ് നിന്ന് വരുന്നത്. പെർഫോമൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ചിപ്സെറ്റ് കഴിഞ്ഞ വർഷം Exynos 2400E ആയിരുന്നു, ഇത്തവണ Exynos 2400 ആണ് തന്നിരിക്കുന്നത്. ഞാൻ AnTuTu സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, 1.9 മില്യൺ ആൻഡ് ഈവൻ ക്ലോസ് ടു 2 മില്യന്റെ AnTuTu സ്കോർ ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 1.5 1.6 ആയിരുന്നു. തീർച്ചയായിട്ടും അവിടെയും ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X RAM ആണ് തന്നിരിക്കുന്നത് ആൻഡ് UFS 3.1 ആൻഡ് UFS 4.0 രണ്ടും ഉണ്ട്. അതായത് 128 GB വേരിയന്റ് ഉണ്ടല്ലോ, അവിടെ ഉള്ളത് UFS 3.1 ആണ്. അതിന്റെ മേലുള്ള സ്റ്റോറേജ് ഓപ്ഷൻസിൽ UFS 4.0 ആണ് തന്നിരിക്കുന്നത്. സോ ഇതൊരു പ്യൂർ ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതായത് BGMI COD കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇനീഷ്യൽ യൂസിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. BGMIയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് 60 FPS ആണ് കിട്ടുന്നത്. പിന്നെ ഇത്തവണ വന്നിരിക്കുന്ന S25 FEയിൽ ഫസ്റ്റ് എവർ ലിക്വിഡ് തെർമൽ ഇന്റർഫേസ് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി വലിയ വേപ്പർ ചേംബർ കൂളിംഗ് സംവിധാനം ഒക്കെ ഘടിപ്പിച്ച് തന്നിട്ടുണ്ട്, അതായത് ഈ തെർമൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഫോണിന്റെ തിക്നെസ്സും വെയിറ്റ് സാംസങ് കുറച്ചിട്ടുണ്ടെങ്കിലും ബാറ്ററി സൈസ് അവർ കൂട്ടിയിട്ടുണ്ട്, അതായത് 200 mAh കൂടിയിട്ടുണ്ട്. എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ലോണം നിൽക്കുന്നുണ്ട്, അതായത് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഈസിലി കിട്ടും. സാംസങ് പറയുന്നതനുസരിച്ച് 28 മണിക്കൂറിന്റെ വീഡിയോ വാച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത്തവണ ചാർജിങ് വോട്ടേജ് ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം 25 വാട്ട് ആയിരുന്നു, ഇത്തവണ അത് കൂട്ടിയിട്ട്, അതായത് വയർഡ് ചാർജിങ് 25 വാട്ടിൽ നിന്ന് 45 വാട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലേറ്റസ്റ്റ് S25 FE Qi2 റെഡിയാണ്, അതായത് Qi2 വയർലെസ് ചാർജസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 15 വാട്ട് വരെ വയർലെസ്ലി ചാർജ് ചെയ്യാൻ പറ്റും. ബാക്കി കണക്ടിവിറ്റി ആണെങ്കിലും വൈഫൈ ആണെങ്കിലും 5G ഡൗൺലോഡ് സ്പീഡ്സ്, കോൾ ക്വാളിറ്റി അതൊക്കെ പക്കയാണ്. ആ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ലേറ്റസ്റ്റ് Android 16 ബേസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് One UI 8 ആണ് ഈ ഫോണിൽ വരുന്നത്. ഓക്കെ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ ലേറ്റസ്റ്റ് One UI 8 ഈവൻ One UI 7 ആയിരുന്നെങ്കിലും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് UIs ആണ്. അതായത് നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, ഫീച്ചർ പാക്ഡ് UI ആണ്. അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന UI One UI ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ 7 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് സാംസങ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഗാലക്സി എയിൽ വരുന്ന എല്ലാ AI ഫീച്ചേഴ്സും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജെമിനി ലൈവ് വരുന്നുണ്ട്. ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം
സെപ്റ്റംബർ 14 ദുബായിൽ നടക്കും. AI കോൾ അസിസ്റ്റന്റ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈവ് ട്രാൻസ്ലേറ്റിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് ഫ്രണ്ട്ലി ആക്കാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആക്കാം, അറിയാലോ ആ ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് അതെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ സർക്കിൾ ടു സെർച്ചിന്റെ ഫീച്ചറും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സർക്കിൾ ടു സെർച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗെയിംസിൽ നിങ്ങൾ ഒരു ബോസ് അറിയാം, ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം, ഈ സ്റ്റേജ് ബോസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ സ്റ്റേജ് ബോസിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കിൾ ടു സെർച്ച് ഗെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർക്കിൾ ടു സെർച്ച് ചെയ്ത് പാരലി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെ ഈ ബോസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഈ S25 FEയുടെ കൂടെ 6 മാസത്തേക്കുള്ള ഗൂഗിൾ AI Proയുടെ ഫ്രീ ട്രയൽ വരുന്നുണ്ട്. 2 TB ഗൂഗിൾ സ്റ്റോറേജും കിട്ടുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് കഴിഞ്ഞ വർഷം വന്ന S24 FEയിൽ ഉണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം മെയിൻ ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെയും വരുന്നത്. അതായത് 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, പിന്നെ 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 8 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ, സെൽഫി ക്യാമറ 10 മെഗാ പിക്സലിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് 12 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. സാംസങ്ങിന്റെ ഒരു S സീരീസ് അല്ലെങ്കിൽ FE സീരീസ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു പഞ്ചി കളേഴ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഫോണിലുള്ള പ്രോ വിഷ്വൽ എഞ്ചിൻ ഉപയോഗിച്ച് ഏത് സിറ്റുവേഷനിലും നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. HDR പെർഫോമൻസ് ഇസ് വെരി നൈസ്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ല സ്കൈ കാര്യങ്ങളൊക്കെ വളരെ നൈസ്ലി എടുത്ത് കാണിക്കുന്നുണ്ട്. ആളുകളുടെ ഫോട്ടോസ് ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ സ്കിൻ ടോൺസ് ഒക്കെ നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ഐ പ്ലീസിങ് സ്കിൻ ടോൺസ് ആണ് കിട്ടുന്നത്. 1x 2x ആൻഡ് 3x ഒന്നുകൂടെ കാണിച്ചു തരാം. 1x 2x ആൻഡ് 3x മോഡിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഈ ഫോണിൽ വരുന്ന പുതിയ ഒബ്ജക്റ്റ് അവെയർ എഞ്ചിൻ കാരണമാണെന്ന് തോന്നുന്നു. കട്ടൗട്ട് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, ആ ബൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടാണ് തോന്നുന്നത്. 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ അത്യാവശ്യം ഡീറ്റെയിൽ ഉള്ള ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. പിന്നെ മെയിൻ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കളർ ഷിഫ്റ്റ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. സെൽഫി ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ആർ വെരി നൈസ്. അതായത് സാംസങ്ങിന്റെ സെൽഫീസ് ആണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സെൽഫീസ്. ഓക്കെ, നല്ല സ്കിൻ ടോൺ ഉണ്ട്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പോർട്രേറ്റ് സെൽഫീസിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും ബൊക്കെ ആണെങ്കിലും ഇതാണ്ടല്ലേ എൻ്റെ ഫേസിന്റെ ബാക്കിൽ സ്കൈ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഫേസ് വളരെ നല്ലോണം തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറയും നൈറ്റോഗ്രഫി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റിൽ നമ്മൾ സെൽഫീസ് എടുക്കുമ്പോഴും അത്യാവശ്യം നോയ്സ് ഇല്ലാത്ത സെൽഫീസ് നമുക്ക് എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല സ്റ്റേബിൾ 4K at 60 FPS വീഡിയോസ് എടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈസിലി ഈ ഫോൺ വെച്ച് അത്യാവശ്യം നല്ല 4K വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 8K റെസൊല്യൂഷനിൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. ജനറേറ്റീവ് എഡിറ്റ്, അതായത് സാംസങ് ചെയ്യുന്ന പോലത്തെ ജനറേറ്റീവ് എഡിറ്റ് ഐ ഡോണ്ട് തിങ്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. സ്കെച്ച് ടു ഇമേജിന്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഇമേജിന്റെ മേളിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിട്ട് അതിനെ റിയലിസ്റ്റിക് ഇമേജ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് നോയ്സും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ മാറ്റി തരുന്ന ഓഡിയോ ഇറേസർ ഫീച്ചർ ഉണ്ട്. പിന്നെ സാംസങ്ങിന്റെ ഫോണിൽ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നമുക്ക് ഒരു വീഡിയോയുടെ മേളിൽ ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു 4K വീഡിയോനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി AI ഉപയോഗിച്ച് 4K സ്ലോ മോഷൻ വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. ഇതാ ഇങ്ങനെ. സോ ഈ ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി S25 FEയുടെ ഡീറ്റെയിൽസും പുതിയ ഫീച്ചേഴ്സും S24 FE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി സ്ലിമ്മർ ബെസൽസ് ഉണ്ട്, ചിപ്സെറ്റിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, ഫോൺ കുറച്ചും കൂടി സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, പുതിയ സെൽഫി ക്യാമറ ഉണ്ട്, ബാറ്ററി കപ്പാസിറ്റി കൂട്ടി, 45 വാട്ടിന് വയർഡ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവിടെ എവിടെയായിട്ട് മാറ്റങ്ങൾ അല്ലെങ്കിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു റിഫൈൻമെന്റ് എന്നൊക്കെ പറയാൻ പറ്റും. അടിമുടി മാറ്റമല്ല, പക്ഷേ ഒരു റിഫൈൻഡ് FE ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സാക്ട് പ്രൈസ് എനിക്ക് അറിയില്ല. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കിട്ടുകയാണെങ്കിൽ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യാം. സാംസങ്ങിന്റെ S സീരീസ് ഫോൺ ആണ്. സോ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രീമിയം പ്രൈസിങ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ ഫോണിന്റെ കൂടെ തന്നെ സാംസങ്ങിന്റെ ബഡ്സ് 3 FE എന്ന TWS സാംസങ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഈ 2 ഡിവൈസുകൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ കോംബോ ഓഫറൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഫോണിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ, അതായത് പ്രോസ് ആൻഡ് കോൺസ് ഉള്ള ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.